തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മുഴുവൻ ആളുകളും വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്നതാണ് 3 സംസ്ഥാനങ്ങളിലെ ഫലം. പ്രത്യേകിച്ചും കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. ഇവിടെ 3ഇടങ്ങളിലും ഭരണമാറ്റമുണ്ടാകുമോ, BJPക്ക് ഏതെങ്കിലും തരത്തിലെ നേട്ടമുണ്ടാകുമോ എന്നുള്ളതാണ് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും തമിഴ്നാടിലെയും കേരളത്തിലെയും ഇരു സംസ്ഥാനങ്ങളിലും വലിയ പ്രതീക്ഷയാണ് BJP വച്ചു പുലർത്തുന്നത്. കേരളത്തിൽ ഭരണം കിട്ടില്ല എങ്കിൽ തന്നെയും അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷ കൂടിയുണ്ട്. കാരണം അവർ കേന്ദ്ര നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും BJPയുടെ വോട്ടിംഗ് ശതമാനം 20 മുതൽ 25% വരെ ഉയർത്താൻ കഴിയും എന്നുള്ളതാണ്. തമിഴ്നാട്ടിലാകട്ടെ ഭരണത്തിനപ്പുറം മറ്റൊന്നും BJP ചിന്തിക്കുന്നില്ല. ഒപ്പമുള്ള കൂട്ടുകക്ഷി AIDMK ആണ്. പശ്ചിമ ബംഗാളിലാകട്ടെ അവരേറ്റവും വലിയ ശത്രുവായി കാണുന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം. അതിനുള്ള ശക്തമായ പോരാട്ടം BJP അവിടെയും കാഴ്ചവെച്ചു. വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മുമ്പെങ്ങും ഉണ്ടാകാത്ത തരത്തിൽ വലിയ തരത്തിലുള്ള പോളിംഗാണ് ഈ 3 സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. പശ്ചിമ ബംഗാളിലായാലും തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും 2 ഘട്ടങ്ങളിലായിട്ടാണ് പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ് മമതാ ബാനർജി. കാരണം അവരുടെ വിജയത്തിന് കഴിഞ്ഞ പ്രാവശ്യം വഴിയൊരുക്കിയത് ഈ ജില്ലകളിലെ വോട്ടുകളായിരുന്നു, ഫലമായിരുന്നു. അതുകൊണ്ട് തന്നെ 2ാം ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് പശ്ചിമ ബംഗാളിൽ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ഫലമാണ് ആരധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. BJPയും കണ്ണുവച്ചിരിക്കുന്നത് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് വേണ്ടി പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തുകയും റോഡ് ഷോകൾ നടത്തുകയും സാധാരണഗതിയിൽ പ്രധാനമന്ത്രി പോകാൻ മടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തവണ എത്തിയിരിക്കുന്നു. അവിടെയെല്ലാം പ്രചരണം നടത്തിയിരിക്കുന്നു. തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ തമിഴ്നാട്ടിൽ വലിയ പ്രതീക്ഷ BJPക്കുണ്ട്. കാരണം AIDMKയ്ക്ക് വലിയ വോട്ട് ബലം ഇല്ലെങ്കിൽ തന്നെയും നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണപരമായ നേട്ടങ്ങളും ഒപ്പം വനിതാ ബില്ലുമെല്ലാം എടുത്തു കാണിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു നീക്കം BJP അവിടെയും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 സംസ്ഥാനങ്ങളിലും ഘടകകക്ഷിയായിട്ടോ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടോ ഒക്കെ അധികാരത്തിൽ വരാം എന്നുള്ള പ്രതീക്ഷയാണ് പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഉള്ളത് BJPക്ക്. കേരളത്തിലേക്ക് എത്തുമ്പോൾ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക. ഒപ്പം അവർ കണ്ണുവച്ചിരിക്കുന്ന 1-2 മണ്ഡലങ്ങളുണ്ട്, നേമവും അതുകൂടാതെ കഴക്കൂട്ടവുമൊക്കെ തന്നെ. ഇതിലെ വലിയ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നത് നേമമാണ്. ഇത് കൂടാതെ കഴക്കൂട്ടവും മഞ്ചേശ്വരവും ചാത്തന്നൂരുമൊക്കെ അവരുടെ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിലുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാമതും അധികാരത്തിൽ വരുമോ, അതല്ല UDFന് അട്ടിമറി നടത്തി വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലാണ്. മധ്യ കേരളത്തിലെ വോട്ടും തെക്കൻ കേരളത്തിലെ വോട്ടുകളും ആ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും കിട്ടിയ വോട്ടുകളുമെല്ലാം കണക്ക് കൂട്ടിയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. പോളിംഗ് ശതമാനത്തിനപ്പുറം SIRലുണ്ടായ മാറ്റങ്ങളൊക്കെ തന്നെ കൃത്യമായി കൂട്ടിയും കിഴിച്ചും രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് നീങ്ങുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കിട്ടിയ വോട്ട്, ആ വോട്ട് കിട്ടിയപ്പോൾ ഓരോ മുന്നണിക്കും കിട്ടിയ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ വാർഡുകൾ, അതിൻ്റെ ക്രമങ്ങൾ, അങ്ങനെ ഓരോന്നോരോന്നെടുത്ത് ഇഴകീറി പരിശോധിക്കുകയാണ് നേതാക്കന്മാർ. എന്തായാലും വരും ദിവസങ്ങൾ, അതായത് ഇനി വലിയ ദിവസങ്ങളൊന്നും തന്നെ ഫലപ്രഖ്യാപനത്തിനില്ല. വളരെ പെട്ടെന്ന് തന്നെ ഫലമറിയുവാൻ കഴിയും. CPIMും ഒപ്പം തന്നെ UDFും കണ്ണുവയ്ക്കുന്നത് ഘടകകക്ഷികൾക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിലാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഘടകകക്ഷികളിൽ പ്രധാനം കേരള കോൺഗ്രസ് M ആണ്. 12 ഇടങ്ങളിലാണ് ഇത്തവണ മത്സരിച്ചത്. അതിൽ കുറഞ്ഞത് ഒരു 7 സീറ്റെങ്കിലും കിട്ടണം. അത്തരത്തിൽ 7 സീറ്റ് കിട്ടുമോ, അതിൽ കുറയുമോ എന്നുള്ള കാര്യത്തിൽ കണക്കുകൂട്ടലുകളും കിഴിക്കലുകളും നടക്കുകയാണ്. BJPക്ക് ആ മേഖലകളിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുവാൻ, മധ്യ കേരളത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അത് ഏതെങ്കിലും തരത്തിൽ കേരള കോൺഗ്രസ് Mന്റെ വിജയത്തെ ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം മധ്യ കേരളത്തിലെ അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. അവർ മത്സരിച്ച സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പാളിച്ചകൾ, ആ പാളിച്ചകളൊക്കെ പരിഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോസഫ് വിഭാഗത്തിൽ വലിയ പ്രതീക്ഷ UDFനുണ്ട്. കുറഞ്ഞത് 5 സീറ്റെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ കോൺഗ്രസിനുണ്ട്. അങ്ങനെ
ഇരു മുന്നണികളും മധ്യ കേരളത്തിലെ കേരള കോൺഗ്രസ് വിഭാഗങ്ങളിൽ കണ്ണുവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. UDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. 25-ലധികം സീറ്റുകളിൽ മത്സരിച്ചിരിക്കുന്നു. ആ സീറ്റുകളിൽ ഭൂരിഭാഗവും മുസ്ലിം ലീഗിന് വിജയിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ആ പ്രതീക്ഷയാണ് UDFിൻ്റെ ഭരണമോഹത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ അടിതെറ്റിയാൽ കേരളത്തിൽ മൊത്തം അടിതെറ്റുമെന്ന് UDFും പറയുന്നുണ്ട്. എന്തായാലും ഇരു മുന്നണികളും വലിയ തരത്തിലെ മത്സരങ്ങൾ പങ്കുവെച്ചു. അതുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ടെങ്കിലും തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലകളിൽ വലിയ തരത്തിലുള്ള നേട്ടമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം CPIMനുണ്ടായിരുന്നത്, ഇടതുമുന്നണിക്കുണ്ടായിരുന്നത്. ആ നേട്ടം ഇത്തവണ കൈവരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. എന്നാൽ ആ കോട്ടകളിലേക്ക് കടന്നു കയറുവാൻ UDFിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വോട്ട് ലഭിക്കും. പല സ്ഥലങ്ങളിലും അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ UDFും പങ്കുവയ്ക്കുന്നു. എന്തായാലും എല്ലാവരും കണക്ക് കൂട്ടി എത്തുന്നത് 70-നും 80-നും ഇടയ്ക്കുള്ള ഒരു സംഖ്യയാണ് UDF ആയാലും LDF ആയാലും കണക്കുകൂട്ടി വയ്ക്കുന്നത്. BJP 2 മുതൽ 5 വരെ സീറ്റുകളും. ഇതിനെല്ലാം ഉപരിയായി BJP ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ BJPയുടെ ഇടപെടൽ കൊണ്ട് വലിയ തരത്തിലൊരു തൂക്ക് മന്ത്രിസഭയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന്. പക്ഷേ അതൊന്നും LDFോ UDFോ മുഖവിലേക്ക് എടുത്തിട്ടില്ല. ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലായിടത്തും വലിയ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വലിയ കണക്ക് കൂട്ടലുകളിലാണ് LDFും UDFും.